ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് കൊല്ലം പോവാണ്. കൊല്ലത്ത് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, ലീല അഷ്ടമുടി. അപ്പം ഞാനും കൊച്ചും അജ്മലും കൂടെയാണ് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഉള്ളത് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ ഞങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പേര് ഹരി. അപ്പം ഹരി വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊല്ലം പോവും. കൊല്ലം പോവും. അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, കൊല്ലത്തെ റിസോർട്ടിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് കൊല്ലത്തോട്ട് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ആയിരിക്കുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ഒരു 3 ദിവസത്തേക്ക് ട്രിവാൻഡ്രം സ്റ്റേ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കൊച്ചിനെയും കൊണ്ട് ഒരു 3-4 ദിവസത്തേക്ക് അമ്മമാരൊന്നും ഇല്ലാണ്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, വഴിയിൽ എന്തെങ്കിലും പ്രശ്നം. പക്ഷേ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്ന് തന്നെ വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിലാണ് ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് പോയിട്ടുള്ളൂ. രാത്രിയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുന്നത്, പക്ഷേ രാവിലെ ഇത്ര 3 ദിവസമൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ ഇതുവരെ മാറി നിന്നിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി നമുക്ക് പോണ വഴിയിൽ കാണാം. ഗൈസ്, ഹരി എത്തി, ഇപ്പോൾ വിളിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് ഞങ്ങൾ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ടേക്കൊന്ന് ഇനി അവിടെ പോയി അവനെ പിക്ക് ചെയ്യാം. ഇനി ഹരി കയറിയിട്ട് കാണിക്കാം. ഞങ്ങളത് ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോ ഈ ഒരു സൈഡിലുള്ളതാണ് KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഹരി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് KSRTC, മൂവാറ്റുപുഴയിലെ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഹരി ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹരി കയറി കഴിയുമ്പോൾ നമ്മൾ ബാക്കി വീഡിയോ എടുക്കുന്നതാണ്. ടാറ്റാ. ഈ വരുന്നതാണ് ഹരി. ഹരി ഹരി ഇതാണ് ഹരി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് തന്നെ കയറി കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ കുറവലങ്ങാട് എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റത്തിൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങളിതിന് മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ചിന്തിക്കാണ്ട് ഇവിടെ തന്നെ തിരിച്ച് കയറി. കാരണം നല്ല അടിപൊളി ഫുഡായിരുന്നു. പൊറോട്ട, ബീഫ്, കോഫിയൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് തൊടുപുഴയിൽ നിന്ന് ശരിക്കും കൊല്ലം വരെ നല്ല ആക്ച്വലി നിലത്തിൽ ലോങ് ഡ്രൈവാണ്. അപ്പം കൊച്ചിൻ്റെ നാപ്പി ചേഞ്ച് പരിപാടികളൊക്കെ നമ്മൾ കാറി വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു, കാരണം വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മെയിൻ നാപ്പി ഡ്യൂട്ടി അജ്മലിന് തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ടേണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ് അത് ചെയ്തത്. ഇവളിത്തിരി സാറിനുള്ള കൊച്ചായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് അവളും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കൊല്ലം എത്തിക്കഴിഞ്ഞപ്പോൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് കുറച്ച് ഡെസേർട്ട് പോലെ കേക്ക് വാങ്ങിയിട്ടുണ്ടെന്നും എല്ലാവർക്കും കൂടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാനാണ് കഴിച്ചത്. എനിക്കിതിൽ കേക്കിലൊക്കെ ഇത്തിരി ചോക്ലേറ്റിലൊക്കെ ഇത്തിരി അഡിക്റ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ കൊച്ചിന് വേണ്ടി നമ്മൾ കാർ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലോങ് ഡ്രൈവ് പറഞ്ഞ പോലെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്കും റെസ്റ്റ് എടുക്കണമെങ്കിൽ അവളെ കുറച്ച് നേരം അവിടെ വെക്കാമല്ലോ, ഫുൾ ടൈം കൈ പിടിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്നോർത്ത്. ഇനി നമുക്ക് നിസ്സാര സമയമേ ഉള്ളൂ നമ്മുടെ റിസോർട്ടിലോട്ട്. ഏകദേശമൊക്കെ എത്താറായി. കുറച്ചൊക്കെ പ്രകൃതി രമണി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, ഞങ്ങളിതേ കൊല്ലം എത്താൻ വെറും 1/2 മണിക്കൂറിൽ ഞങ്ങൾ കൊല്ലത്തും. അതന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞല്ലേ. ഞങ്ങളുടെ തൊട്ട് മുമ്പ് പോലീസ് എസ്കോർട്ടിൽ. അതാ ഞങ്ങൾ VIP-കളാണല്ലോ. ഗൈസ്, നമ്മൾ നമ്മുടെ ലീല അഷ്ടമുടിയിലോട്ട് വെറും 2 മിനിറ്റിലെത്തും. ഞങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്ന അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കയറി ചെല്ലുന്ന വ്യൂ ഇനി നഷ്ടപ്പെടണ്ടല്ലോ എന്നോർത്തു. വെള്ളക്കടവിലേക്ക് 4 മിനിറ്റ് പോക്കുള്ളൂ. In 300 meters, turn right onto 5-star resort road. 5-star റിസോർട്ട് റോഡൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് തിരിയണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓട്ടോ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് എനിക്കറിയാം. നമ്മൾ ഈ ഓട്ടോനെ ഓവർടേക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഹരി പറഞ്ഞത്. അല്ല വേണ്ട, കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് തിരിയണം. ഈ റൈറ്റ് തിരിഞ്ഞ് നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ദ റിസോർട്ട് ദ ലീല. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വെറും സെക്കൻഡ്സിലെത്തും. അപ്പോൾ 2 സൈഡിലും കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ വീടുകളൊക്കെ ഉണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് എൻട്രിയിൽ എത്തുന്നത് നമ്മുടെ റിസോർട്ടിലോട്ടാണ്. ഈ റിസോർട്ടിൽ ഞങ്ങൾ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആർവിൻ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജറാണ്. അപ്പോൾ അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രം പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കൊല്ലം ഓൺ ദ വേ ടു ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങൾ 1 നൈറ്റ് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആർവിനെ കാണിക്കാൻ പറ്റില്ല, കാരണം കൃത്യം ഞങ്ങൾ പോകേണ്ട ഡേറ്റിൽ അവന് ഒരു കല്യാണം എന്തോ ആവശ്യത്തിന് അവൻ നാട്ടിലോട്ട് പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ വെച്ച് കണ്ടായിരുന്നു. ഇവിടെ അവൻ
ഞങ്ങളെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം അവനോട് ചെയ്തു. ഓൾറെഡി സ്റ്റാഫിനോടൊക്കെ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നു എന്നൊക്കെ. സോറി, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ഇപ്പോൾ വീഡിയോ പറഞ്ഞത്. ബട്ട് അവനങ്ങനെ പറയുന്നത് ഇഷ്ടമില്ല. എൻ്റെ ബ്രദർ എന്ന് പറയണമെന്നാണ് അവൻ പറയാറ്. എൻ്റെ ബ്രദർ, അപ്പോൾ എൻ്റെ ബ്രദർ തന്നെ. അപ്പം അവനോട് സ്റ്റാഫിനോടൊക്കെ പറഞ്ഞ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. ഇവനിവിടെ ഉള്ളതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ബട്ട് അല്ലാണ്ട് തന്നെ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. മറ്റേ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1 നൈറ്റ് സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 2 റൂമായിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ആദ്യത്തെ ഒരു റൂമിൽ ഞാനും അജ്മലും പിന്നെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അടുത്ത റൂം, അങ്ങനെ 2 റൂംസാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ കയറി വന്ന് നല്ല സ്വീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹാരം അണിയിച്ചായിരുന്നു. ഇത് ഷെല്ല് വെച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ വെറൈറ്റി ഒരു കണ്ടത്, ഞാൻ കഴുത്ത് ഇട്ടേക്കുന്നുണ്ട്. വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ, ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനത് സൂക്ഷിച്ച് ഇപ്പോൾ ന്യൂസിലൻഡിലോട്ട് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അജ്മലും കൊച്ചും വാങ്ങിയില്ല. അജ്മൽ കഴുത്ത് കാണിക്കാത്തതുകൊണ്ട് കിട്ടാത്ത, എനിക്ക് ഹരി കിട്ടി. പക്ഷേ ഹരിയുടെ മാല എനിക്ക് തന്നു, ഞാൻ കൊച്ചിനിട്ട് കൊടുത്തു. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇട്ട് നമ്മളോട് ആദ്യം ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഫോം ഫില്ല് ചെയ്തിട്ടൊക്കെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മൾ സ്വീകരിച്ചിട്ടൊക്കെ സ്വാമി ശരണം ഏകാന്തസ് ഹിമവൽ സ്വാമി. ഇവിടെ ലേക്ക് അടുത്തുള്ളതുകൊണ്ടാണ് കൊതുക് കടിച്ചത്. നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ എടുക്കുന്നത് വെൽക്കം ഡ്രിങ്ക് ആണോ? ഞാൻ ഈ റിസോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വന്നിരുന്നത്. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഒട്ടും ഓർത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഷ്ടമുടിക്കായൽ. അപ്പോൾ ഏകദേശം നല്ല വലിയൊരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ മുമ്പോട്ട് വന്നിട്ടൊന്ന് കാണാമല്ലോ എന്നോർത്തിട്ട് ഇങ്ങോട്ട് വന്നാണ്. ഇതിന് കാണിക്കുന്നതിന് വരെ ഞാൻ എന്നെയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബുള്ള സ്ഥലം. ഇതിന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു. ഞങ്ങൾ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു ചെക്കിന്. അതുകൂടാണ്ട് ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നു. ഇതാണ് അനിമ, പിന്നെ കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് മേഘ. അപ്പം അവർ ആദ്യമായിട്ടാണ് കൊച്ചിനെ കാണുന്നത്. ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഇപ്പം ആദ്യമായിട്ട് ഇവരെ ഇപ്പം ഇവരെല്ലാം ട്രിവാൻഡ്രമാണ്. അപ്പോൾ വന്ന് മീറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ആലുവയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ പോലെ ആവുമല്ലോ. പിന്നെ ഒരു റിസോർട്ട് സ്റ്റേ ഒക്കെ നല്ലതാണല്ലോ. പിന്നെ ട്രിവാൻഡ്രം പോണ വഴിക്കായതുകൊണ്ട് ഇവരും ട്രിവാൻഡ്രത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് ഇവിടുന്ന് ഡയറക്റ്റ് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഈ പ്രായത്തിലാണ് ബ്ലോഗിങ് പഠിക്കേണ്ടത്. പ്രൊഫഷണലായിട്ട് ബോട്ടിങ്ങിന് വരണേ 4:30 ആയിരുന്നു ടൈം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി. നല്ല ഒരു വലിയ വിസ്താരമുള്ള റൂമായിരുന്നു. 2 റൂമാണ് പറയുന്നത്. ഒരു റൂം ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കർട്ടൻ ഓപ്പൺ ചെയ്യുന്നതാണ് ഹരി. ഇതാണ് നമ്മുടെ ബാൽക്കണി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ രാത്രി ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത്. ചുറ്റും കായൽ തന്നെയാണ്. കുറച്ച് ഡള്ളായിപ്പോയി വീഡിയോ, ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, ഐ എം സോറി. പക്ഷേ നല്ല ഒരു ഈസ്തറ്റിക് സ്ഥലം, നല്ലൊരു റിസോർട്ട്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. മറ്റേ റൂമിൽ 3 നമ്മൾ കാണിക്കും ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിയുമ്പം. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. അതൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഇത് ടോയ്ലറ്റ്, ജക്കൂസി, എല്ലാത്തിനും നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിശയം തോന്നിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ടോയ്ലറ്റിൻ്റെ വാതിൽ നമുക്കില്ല. കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഓക്കെ, വാതിലില്ല, കുളിക്കുമ്പോൾ കാണുന്നതിന് പ്രശ്നമില്ല. ബട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു പ്രശ്നമാവും. ഇത് ആർവിൻ, ഞാൻ പറഞ്ഞില്ലേ, ആർവിൻ വിത്ത് ലവ് ആർവിൻ, അവൻ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കേക്ക്, ഇത് പിന്നെ സാധാരണ വരുന്നവർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും കിട്ടി. കാരണം ആർവിൻ ഉള്ളതുകൊണ്ട് ആർവിൻ്റെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആയിരുന്നു അത്. ഞങ്ങൾ വൈകുന്നേരം രാത്രിയായിട്ടത് കട്ട് ചെയ്തത്. സ്പെഷ്യൽ താങ്ക്സ് ആർവിൻ. ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കാണില്ലായിരിക്കും, ഒന്നും കണ്ട താങ്ക് യു. പിന്നെ ആ കുട്ടി ആദ്യം കയറി വന്നപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇത് ജസ്റ്റ് ഫ്രഷനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോട്ടിംഗ് ഇവർ ഓഫർ ചെയ്യുന്നു. ഫ്രീ ബോട്ടിംഗ് ആണ്. ജസ്റ്റ് ഈ കായലിൽ കൂടെ ഒരു ബോട്ട് റൈഡ്. അജ്മലും ഹരിയും ശരിക്കും പറഞ്ഞാൽ വന്നില്ല. കൊച്ചിനെ നോക്കി അവർ കായലിൽ നിന്നു. ഞങ്ങൾ 3 പേര്, ഞാൻ, അനിമ, മേഘയും കൂടെ ജസ്റ്റ് ഈ ബോട്ട് റൈഡ് ഒന്ന് പോയിട്ട് ഒന്ന് ചുറ്റി കണ്ടിട്ട് വന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ആ സമയത്ത്. അത് കഴിഞ്ഞ് നമുക്ക് ടീ, കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്.
ഒരു ഹൗസ് ബോട്ട് ഫുൾ ഓഫ് ആൾക്കാരായിരുന്നു. കാരണം റിസോർട്ടിൽ വന്നവരെല്ലാവർക്കും ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. ഞങ്ങളും കയറി ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരു 10 മിനിറ്റ് ഈ കായൽ ചുറ്റും ഒന്ന് കറങ്ങി. ഇതെല്ലാം മറ്റേ ഇതാണ് കേട്ടോ ലീല, ഒരു കായലിൻ്റെ വ്യൂ, കായലിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ലീല. ഇത് ലീല ചുറ്റും പിന്നെ കായൽ. പിന്നെ ഇവരുടെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. ഇത് പാലസ് പോലത്തെ. ഇതാ ഈ ഒരു സാധനം ഒരു ഗോഡസ് ഓഫ് ലൈറ്റ്, നല്ലൊരു സ്ട്രക്ചറാണ്. എന്നിട്ട് ഞങ്ങളുടെ ഹൗസ് ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ അജ്മൽ ആൻഡ് ഹരി ഇവിടെ ഇരുന്ന് കൊച്ചിന് പാല് കൊടുക്കൽ, കൊച്ചിന് നോക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സൺസെറ്റ് വ്യൂ ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡെക്കാത്തലോൺ വന്നേക്കുവാണ്. കാരണം നമ്മൾ നാളത്തെ രാവിലെ പൂളിൽ ചാടാനുള്ള പ്ലാനുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ സ്വിം സ്യൂട്ടോ സ്വിമ്മിങ് ഡ്രസ്സൊന്നും ഇല്ല, അത് വാങ്ങാൻ വന്നേക്കാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡിന്നറും കഴിക്കണം. നമ്മൾ ഡിന്നർ റിസോർട്ടിൽ നിന്നല്ല പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോയി കിടന്നുറങ്ങി. അത്ര ഉള്ളൂ ഇന്നത്തെ രാത്രി. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാം. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് റെഡിയായി. എന്നിട്ട് ഞങ്ങൾ റൂം കിടന്ന കൊച്ചവിടെ കിടപ്പുണ്ട്. ഇനി ഞങ്ങളെ ബാക്ക് വ്യൂ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ. ആക്ച്വലി ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് ചില്ലൊക്കെ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. നേരെ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നുറങ്ങിയത്. അപ്പോൾ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റിട്ട് നമുക്ക് അവന് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടി റെഡിയായി ബാർ ടൗലൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഞങ്ങൾ ഗേൾസിൽ ഒരു ബ്ലാക്ക് തീമിലാണ് പിടിച്ചിരിക്കുന്നത്. ബോയ്സിന് അങ്ങനെ തീമൊന്നുമില്ല, റെഡ് ബ്ലാക്ക് നടക്കിട്ടിട്ട് അവർ ഇറങ്ങി. കൊച്ചിനെ നമ്മൾ കൊണ്ടുപോയി. കൊച്ചു നല്ല ഉറക്കമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ്. കുറച്ച് നമ്മൾ ടേൺ എടുത്ത് കൊച്ചിനെ ഒരാൾ നോക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അങ്ങനെയൊക്കെ നമ്മൾ ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് സ്വിമ്മിംഗ് പൂൾ. പക്ഷേ രാവിലെ തന്നെ ചെന്നില്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേന്ന് വെക്കേറ്റ് ചെയ്യണം 12 മണിക്ക്. നമ്മൾ ട്രിവാൻഡ്രം പോവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ചാടാനുള്ള അതീവ കൊതി കൊണ്ട് നമ്മൾ ലിഫ്റ്റ് കയറി നേരെ താഴെ പോയി സ്വിമ്മിംഗ് പൂളിൽ ചാടി. നല്ല രസമുള്ള ഒരു സ്റ്റേ ആയിരുന്നു. നൈറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്തു. കുറച്ച് ചില്ലിങ് ആൻഡ് വൈബായിരുന്നു. കൊച്ച് നല്ല ഉറങ്ങി സഹകരിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. കൊച്ചിനും വലിയ തിരക്കില്ല. രാവിലെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ കിടത്തേണ്ടി വന്നു. അപ്പം എഴുന്നേറ്റു. ബട്ട് എന്നാലും കൊച്ച് സൺലൈറ്റൊക്കെ കണ്ട് ചില്ല് ചെയ്യുമായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഹായ്, ആരുമില്ലാത്ത പൂൾ. ഇത്രയും രാവിലെ വന്നാൽ ആരുമില്ല. ഞാൻ സൈഡ് നിറച്ച ആളാണോന്ന് അറിയില്ല കേട്ടോ. അതെ, ഇതെന്നോട് യൂണിഫോമോ? നമുക്ക് സെയിം സാധനമാണല്ലോ. ആരുമില്ലാത്ത പൂൾ. ഇതാണ് അഷ്ടമുടി. ആക്ച്വലി ഇൻഫിനിറ്റി പൂളാന്ന് തോന്നുന്നു കേട്ടോ. ഐ എം നോട്ട് ഷുവർ. ബട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വൈബ് ചെയ്തു. ഗേൾസ് ആദ്യം ഇറങ്ങി. അന്നേരത്തേനും അജ്മലും ഹരിയും നോക്കാമെന്ന് പറഞ്ഞു. ബട്ട് അജ്മലും കൂടെ ചടി. ഹരി കുറച്ച് നേരം കൊച്ചിനെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കയറി വന്നു. ഞാൻ കൊച്ചിനെ നോക്കി. അങ്ങനെ അതെ, അജ്മൽ ദേ അവിടെ കിടന്ന് സ്വിമ്മിംഗ് പൂൾ കാണിക്കുന്നുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല, വേറൊരു കാര്യം. അതുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കൂടെ. ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ കിടന്നൊരു ബോളൊക്കെ വെച്ച് കളിച്ചു. രസമുണ്ടായിരുന്നു. വൈബ്. അജ്മൽ കുറച്ച് പട്ടിഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടന്ന്. ഹരി പിന്നെ ഞാൻ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഹരി ഇറങ്ങിയത്. നൈസ് വൈബായിരുന്നു. മൊത്തത്തിൽ നീന്താൻ അറിയാവുന്നത് ആകെ അജ്മലിനായിരുന്നു തോന്നുന്നു. എനിക്കൊന്ന് മേഘയ്ക്ക് ആവശ്യത്തിന് അറിയാമെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അഗെയിൻ. ബട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ തവള നടക്കുന്ന പോലെ ഇതിലൂടെ നടക്കുമായിരുന്നു. തവള നടക്കുമല്ലോ, തവളയ്ക്ക് നീന്താൻ അറിയാമല്ലോ. ബട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുമായിരുന്നു ഇതിൻ്റെ അകത്തോടെ. കൊച്ചിനെ ഞങ്ങൾ ശരിക്കും നമ്മുടെ സ്വിമ്മിംഗ് പൂൾ തൊട്ടടുത്തുള്ള ചെയറുകളാണ് ഇങ്ങനെ ഒരു വിരിച്ച് കിടത്തിയത്. കൊച്ച് രാവിലെ കണ്ണു തുറന്നപ്പോഴത്തേന് ആകാശമാണ് കാണുന്നത്. ഇതെന്ത് തേങ്ങയെന്ന് കൊച്ചു ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാലും ഡാഡയ്ക്കും മമ്മിക്കും ലേശം ഭ്രാന്തുള്ളതുകൊണ്ട് രാവിലെ സ്വിമ്മിങ് ഇറങ്ങിയെന്ന് കൊച്ചു അറിയില്ലല്ലോ. എന്തായാലും എന്നെ നീന്താൻ പഠിപ്പിക്കാൻ കുറേ പ്രാവശ്യം അജ്മൽ ശ്രമിച്ചു. ഞാൻ മുങ്ങിപ്പോകാറുണ്ട്, വേറെ രക്ഷയില്ലെന്നു. ഇതിപ്പോൾ എന്തോ എന്നെ അജ്മൽ അങ്ങേയറ്റത്ത് എനിക്ക് ആ ഇൻഫിനിറ്റി പൂളിൽ കിടക്കുന്ന ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തോട്ട് ഞാൻ പോയതാണ്. തിരിച്ചു വരെ അറിയാൻ പാടില്ല. അജ്മൽ ഉന്തി എങ്ങനെയോ എന്നെ ഇപ്പുറത്തെ കരയിൽ എത്തിച്ചു. കാരണം ആ അങ്ങേയറ്റത്തോട്ട് പോകുമ്പോൾ കുറച്ച് നല്ല ആഴമുണ്ട്. എനിക്ക് നടക്കാൻ പറ്റും, കാല് കുത്താൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കാല് കുത്താൻ പറ്റുന്നത്. നമ്മൾ എന്നെ ആ നീന്താൻ പറ്റില്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പുഷ് ചെയ്ത് ഇപ്പുറത്തോട്ടാക്കി. അനിമ അവിടെ അങ്ങേറ്റത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പോസൊക്കെ നിൽക്കുന്നുണ്ട്. ആ പോസിന് വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ ഈ റിങ് വെച്ച് പോസ് നടക്കില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. മൊത്തത്തിൽ ഒരു രാവിലെ ഞങ്ങൾ മൊത്തം എൻജോയ് ചെയ്തു. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കയറുക. ഓക്കെ, ഞാൻ കയറി വരികയാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നിന്ന് കയറി വന്ന് ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഇതിൽ തന്നെ, റിസോർട്ടിൽ തന്നെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വെക്കേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. നമുക്ക് പാക്കിങ്ങും ബാക്കിയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം പൂളിൽ എൻജോയ് ചെയ്യുക എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. നമ്മൾ രാവിലെ തന്നെ ഇത് കുറച്ച് ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവും. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പൂൾ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ബൈ.
ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് റിസോർട്ട്, പുതിയ റിസോർട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചത്. അനിമഹരിയും ഉണ്ട്. ഹരിയും മേഘയും മുമ്പേ പോയി, കാരണം 10 മണിക്ക് ക്ലോസ് ആവും. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടിയിട്ട് ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റ്, അപ്പം സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു. ആക്ച്വലി കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ടൊരു ബൊഫേ എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ലാത്തതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ചൂസ് ചെയ്തത് പാവ് ഭാജിയാണ്. പിന്നെ ഒരു മുട്ട വട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. എല്ലാവരും അങ്ങനെ കുറച്ചൊക്കെ പ്ലേറ്റിലൊക്കെ എടുത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഇത്ര ലേറ്റ് ആയിപ്പോയി. ഇത്രയും കൂടെ നേരത്തെ വരുമെന്ന് കുറച്ചും കൂടെ നേരെ ഇരുന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ ചാടാൻ പോയതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിപ്പോയി. ബട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ലൗഞ്ചിൽ തന്നെ നമുക്ക് ഗെയിമിംഗ് സെക്ഷൻസൊക്കെ ഇങ്ങനെ കളിക്കാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയി ഇത്ര നേരം കളിച്ചു ഞങ്ങൾ. ഇവിടെ നമുക്ക് ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേന് ഇവിടുന്ന് വെക്കേറ്റ്, ഇപ്പോൾ തന്നെ 11 മണിയാണ്ടായി. അപ്പോൾ നമ്മൾ 12 മണിയാകുമ്പോൾ വെക്കേറ്റ് ചെയ്യണമെന്നാണ് പ്ലാൻ. അപ്പം കുറച്ച് നേരം ഗെയിംസ് കളിച്ചിട്ട് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൊച്ചിന് റൂമിൽ ചെന്ന് ഒന്നുകൂടെ പാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വെക്കേറ്റ് ചെയ്ത് പോവും. വെക്കേറ്റ് ചെയ്ത് നമുക്ക് മേഘ ആദ്യം പോകുമെന്നാണ് പറഞ്ഞത്. അവൾക്ക് ട്രെയിനുണ്ട്, അപ്പോൾ അവളൊന്ന് കൊണ്ടുവിട്ടിട്ട് നമ്മൾ പ്രോപ്പർട്ടി ഒന്നും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. നമ്മൾ ഓൾറെഡി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തല്ലോ. ഹലോ ഗൈസ്, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇനി ഞങ്ങൾ ജസ്റ്റ് ഈ പ്രോപ്പർട്ടി ഒന്ന് നോക്കിക്കാണുക, അല്ല കണ്ടു നോക്കുകയാണെ. കണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. നിങ്ങളും കാണും, നിങ്ങളും കണ്ടാ ഗൈസ്. ഇത് ചാമ്പയ്ക്കാണ്. ഇത് ഭയങ്കര പ്രീമിയം താമരകൾ മുമ്പിലുണ്ട്. താമരയില്ല, പേരമരമുണ്ട്. ഇല്ല, പേരക്കയില്ല. ഒന്ന് കാണിച്ച മേളിലോട്ട്. ഈ ഷോട്ടൊന്നും എനിക്ക് സിനിമാറ്റിക് ഒന്നും വേണ്ട, എനിക്ക് ഒറിജിനൽ പീസാണ്. തൊട്ട് താഴത്തെ നിലയിലാണ് ഞങ്ങൾ താമസിച്ചത്. സോറി, ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ നില, വെളുത്തും താഴത്തെ നിലയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇത്തിരി കൂടെ പ്രീമിയം ആണ് താഴെ. പറഞ്ഞെല്ലാം മനസ്സിലായി തോന്നുന്നു. ആർക്ക്? കാണുന്നു. ഫ്രീ ആയിട്ടൊരു 2-3 കൊക്ക് ഇതേ ഹൗസ് ബോട്ടിൽ ട്രാവൽ ചെയ്യുന്നു. 2-3 കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ചെക്കൗട്ട് ചെയ്തു. ഞങ്ങൾ നേരെ ഇനി ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗ് തരുന്നവരെ